നമ്മളിൽ പലരും സ്വപ്നം കാണുന്ന ഒന്നാണ് IT മേഖലയിലെ ജോലി. 5 ദിവസത്തെ ജോലി, നല്ല ശമ്പളം, AC മുറി. പുറമെ നിന്ന് കാണുന്നവർക്ക് ഇതൊക്കെയാണ് IT ലൈഫ്. എന്നാൽ ഇതിനുള്ളിലെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് IT മേഖലയിലെ അമിത ജോലിഭാരത്തെക്കുറിച്ചും പ്രൊഡക്ടിവിറ്റി എന്ന പേരിൽ കമ്പനികൾ നടത്തുന്ന ടാർഗറ്റ് പരിഷ്കാരങ്ങളെക്കുറിച്ചുമാണ്. വെൽക്കം ബാക്ക് ടു സിഗ്നറ്റ് സ്റ്റൈൽ ഹൗസ്. അടുത്തിടെ പൂനെയിൽ 26 വയസ്സുള്ളൊരു യുവതി ജോലി സമ്മർദ്ദം മൂലം മരിച്ച സംഭവം വലിയ ചർച്ചയായിരുന്നു. എന്നാൽ ഇതിനോടുള്ള അധികാരികളുടെ പ്രതികരണം അതിലും കഷ്ടമാണ്. നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത്, കുട്ടികൾക്ക് സമ്മർദ്ദം അതിജീവിക്കാൻ ആത്മശക്തിയും ദൈവവിശ്വാസവും വേണമെന്നാണ്. ശരിയാണ്, വിശ്വാസം നല്ലതാണ്. പക്ഷേ ഒരു ദിവസം 12-14 മണിക്കൂർ പണിയെടുക്കാൻ നിർബന്ധിക്കുന്ന കോർപ്പറേറ്റ് കമ്പനികളോട് നിയമങ്ങൾ പാലിക്കൂ എന്ന് പറയുന്നതിന് പകരം മരിച്ച കുട്ടിയുടെ മനക്കരുത്തിനെ ചോദ്യം ചെയ്യുന്നത് എത്രത്തോളം ശരിയാണ്? കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ ജീവനക്കാരെ തളർത്തുന്നതാണ്. പല കമ്പനികളിലും ബില്ലബിൾ അവേഴ്സ് അല്ലെങ്കിൽ കോഡിങ്ങിനായി അനുവദിച്ചിരിക്കുന്നത് വെറും 8.5 മണിക്കൂറാണ്. ഇതിനിടയിൽ വരുന്ന മീറ്റിംഗുകൾ, ട്രെയിനിങ്ങുകൾ, മറ്റ് സപ്പോർട്ട് വർക്കുകൾ ഇവയൊന്നും ഇതിൽ കണക്കാക്കുന്നില്ല. ഫലത്തിൽ ഈ 8.5 മണിക്കൂർ ടാർഗറ്റ് പൂർത്തിയാക്കാൻ ഒരാൾ 12 മണിക്കൂറിലധികം ജോലി ചെയ്യേണ്ടി വരുന്നു. ഇതിന് അധികമായി ₹1 പോലും പ്രതിഫലം ലഭിക്കുന്നുമില്ല. എന്താണ് ഈ ക്വാളിറ്റിയും പ്രൊഡക്ടിവിറ്റിയും? പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾ എത്രത്തോളം ജോലി പൂർത്തിയാക്കുന്നു എന്ന കണക്കാണിത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ദിവസം നിങ്ങൾക്ക് 10 ടാസ്ക് പൂർത്തിയാക്കണം എന്നതാണ് ടാർഗറ്റ് എങ്കിൽ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് 10 ടാസ്കുകളും പൂർത്തിയാക്കുകയാണെങ്കിൽ നിങ്ങൾ 100% പ്രൊഡക്ടിവിറ്റി ഉള്ള ഒരു എംപ്ലോയി ആയിരിക്കും. ചെയ്യുന്ന ജോലി എത്രത്തോളം ആക്യുറേറ്റ് ആയി, എറർ ഫ്രീ ആയി ചെയ്യുന്നു എന്നതാണ് ക്വാളിറ്റി. നിങ്ങൾ 10 ടാസ്കുകൾ വേഗത്തിൽ തീർത്തു, പക്ഷെ അതിൽ 5 തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റി താഴേക്ക് പോരും. ഈ ടാർഗറ്റുകൾ നിശ്ചയിക്കുന്നത് മാനേജ്മെന്റ് ആണ്. ഇവിടെ എംപ്ലോയീസിന്റെ അഭിപ്രായങ്ങൾക്കോ സാഹചര്യങ്ങൾക്കോ സ്ഥാനമില്ല. മാനേജർമാരുടെ താല്പര്യത്തിനനുസരിച്ച് 3 അല്ലെങ്കിൽ 6 മാസമോ കൂടുന്നതിനനുസരിച്ച് ഈ ടാർഗറ്റുകൾ മാറിക്കൊണ്ടിരിക്കും. ഒരു ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നത് സിമ്പിൾ ടാസ്കുകളാണെങ്കിൽ ഈ 10 ടാർഗറ്റും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ പറ്റും. എന്നാൽ ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ 7-8 എണ്ണം മാത്രമേ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ബാക്കി വരുന്ന 2-3 എണ്ണം നിങ്ങളുടെ അക്കൗണ്ടിൽ ഡെഫിസിറ്റ് ആയിട്ട് രേഖപ്പെടുത്തും. അസുഖം വന്നാലോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നാലോ, നിങ്ങൾ ലീവ് എടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ നീണ്ടുപോയാലോ ഈ ടാർഗറ്റുകളിലൊന്നും ഇളവ് ലഭിക്കില്ല. ആ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിന്റെ അവസാനമോ നമ്മൾ ഈ ഡെഫിസിറ്റുകൾ നികത്തിയിരിക്കണം. ഈ ഡെഫിസിറ്റ് കൂടി വരുമ്പോൾ എംപ്ലോയീസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. തങ്ങളുടെ കാഷ്വൽ ലീവ് എടുത്ത് വീട്ടിലിരുന്ന് ഈ പഴയ ടാർഗറ്റുകളൊക്കെ തീർക്കും. കമ്പനിക്ക് നഷ്ടമില്ല, കാരണം ജീവനക്കാരന്റെ ലീവാണത്. മാസാവസാനം പ്രൊഡക്ടിവിറ്റി വളരെ കൃത്യമായതുകൊണ്ട് തന്നെ മാനേജർക്കും വളരെ സന്തോഷമാണ്. സ്വന്തം ലീവും വിശ്രമവും ബലി കഴിച്ച് ഇവിടെ ജോലി ചെയ്യുന്നത് ആ എംപ്ലോയി മാത്രമാണ്. 5 ദിവസമേ ജോലിയുള്ളൂ എന്ന് പറയാമെങ്കിലും മാനേജർ ആവശ്യപ്പെട്ടാൽ ശനിയും ഞായറും ലോഗിൻ ചെയ്യേണ്ടി വരുന്നു. ഇനി ചില എംപ്ലോയീസ് അവരുടെ വീക്കെൻഡ് ആസ്വദിക്കാൻ വേണ്ടി അവർ ഈ ടാർഗറ്റ് തീർക്കുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ 12-15 മണിക്കൂർ ലാപ്ടോപ്പിന് മുന്നിൽ ഇരുന്നുകൊണ്ടായിരിക്കും. ഇത് അവരുടെ ഉറക്കത്തെയും ഭക്ഷണ രീതിയെയും മാനസിക ആരോഗ്യത്തെയും ഗുരുതരമായി ബാധിക്കുന്നു. നമ്മുടെ ലേബർ നിയമങ്ങൾ അനുസരിച്ച് ഗ്രാറ്റുവിറ്റിയും മറ്റ് ആനുകൂല്യങ്ങളും കണക്കാക്കേണ്ടത് ബേസിക് സാലറി പ്ലസ് ഡിയറൻസ് അലവൻസ് അടിസ്ഥാനമാക്കിയിട്ടാണ്. എന്നാൽ MNCകൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഈ DA വെട്ടിക്കുറച്ച് HRA ഹൗസ് റെന്റ് അലവൻസ് എന്ന കാറ്റഗറിയിലേക്ക് മാറ്റും. ഇതിലൂടെ അവർക്ക് 2 ഗുണമുണ്ട്. എംപ്ലോയീസിന് റിട്ടയർമെന്റ് സമയത്ത് നൽകേണ്ട ഗ്രാറ്റുവിറ്റി തുക വൻതോതിൽ കുറയ്ക്കാം. കമ്പനിയുടെ ലാഭം വർദ്ധിപ്പിക്കാം. തേർഡ് വേൾഡ് കൺട്രീസിലെ കുറഞ്ഞ ചിലവിലുള്ള അധ്വാനം ചൂഷണം ചെയ്തുകൊണ്ട് അവർ കോടികൾ ലാഭമുണ്ടാക്കുന്നു. ഡെവലപ്ഡ് കൺട്രീസിൽ ഇതേ ജോലിക്ക് നൽകുന്ന വേതനത്തിന്റെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഇന്ത്യ പോലുള്ള രാജ്യത്തിലേക്ക് നൽകുന്നത്. മുന്നിൽ കാണുന്നത് വലിയ അവസരങ്ങളാണെങ്കിലും പിന്നിൽ നടക്കുന്നത് വലിയ കോർപ്പറേറ്റ് ഡീലുകളാണ്. പ്രൈവറ്റ് സെക്ടറിൽ, പ്രത്യേകിച്ച് IT-യിൽ കാര്യമായ യൂണിയനുകളില്ല. ഗവൺമെന്റ് നിയമങ്ങൾ പോലും പലപ്പോഴും കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി മാറുന്നു. ഫാക്ടറീസ് ആക്ട് പ്രകാരം ജോലി സമയം നിജപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും IT മേഖല ഇതിന്റെ കീഴിൽ വരാത്ത രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ജോലി വേണം,
പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്. പക്ഷെ അത് ജീവനക്കാരുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ തകർത്തിട്ടാവരുത്. ഈ ചൂഷണങ്ങൾക്കെതിരെ നാം ശബ്ദമുയർത്തേണ്ടതുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകൾ ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.